Welcome to Complementary Electronics class, semester 3 for BSc Main Physics students. Complementary Electronics semester 3 for BSc Physics Main students. We are seeing single stage transistor amplifier chapter unit, and today the topic of discussion is amplifier configuration based on biasing condition. ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് ബേസ്ഡ് ഓൺ ബയസിങ് കണ്ടീഷൻ. അപ്പോൾ ഇത് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്കാണ്. ഇലക്ട്രോണിക്സിൽ നമ്മൾ സി ട്രാൻസിസ്റ്റേഴ്സൊക്കെ പഠിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആംപ്ലിഫയർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ CBCC എന്നൊക്കെ അല്ലാതെ ഒരു ആംപ്ലിഫയർ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ബയസിങ് കണ്ടീഷൻ. ബയസിങ് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ആംപ്ലിഫയേഴ്സിനെ തരംതിരിക്കുന്ന രീതിയുണ്ട്. ആംപ്ലിഫയർ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബയസിങ് കണ്ടീഷൻ. ഏത് രീതിയിലാണ് ബയസ് ചെയ്യുക അതിനെ അനുസരിച്ചിട്ട് ആംപ്ലിഫയറിനെ ഒരു 4 സെക്ഷനായിട്ട് ഭാഗിക്കും. അവയെ നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സ് എന്ന് പറയും. ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് ബി ഓപ്പറേഷൻ, ക്ലാസ് സി, ക്ലാസ് എ ബി ആംപ്ലിഫയർ. എന്താണ് അവയുടെ മീനിങ് എന്ന് പറയുകയാണ്. സോ ഇൻ ദിസ് ക്ലാസ് വി ഡിസ്കസ് amplifier classification based on biasing condition, and these classifications are class A, class B, class C and class AB amplifier. Class A operation, class B operation, class C operation, class AB operation of an amplifier. Let us see one by one. The first one is class A amplifier operation. ഒരു class A amplifier operation കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കർവ് ഒന്ന് വരയ്ക്കണം. പിന്നെ നമ്മൾ ഒരു ലോഡ് ലൈൻ, നമ്മൾ സെമിസ്റ്റർ 3 പഠിച്ച ലോഡ് ലൈൻ, അവിടെ എ ബി ആണ് ലോഡ് ലൈനിൽ നമ്മളൊരു സൈൻ വേവ് കാണിച്ചിരിക്കുകയാണ്. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് Q ലൊക്കേറ്റ് ചെയ്യും, എന്നിട്ടൊരു സൈൻ വേവ് കാണിച്ചിരിക്കുക, ഇൻപുട്ട് വേവ് കാണിച്ചിരിക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ലെഫ്റ്റ് സൈഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഔട്ട്പുട്ടാണ് റൈറ്റ് സൈഡിൽ ആ Qന് നേരെ കാണിക്കുന്ന ഇൻപുട്ട്. ഈ കേസിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുപോലെയാണ്. ഔട്ട്പുട്ട് അല്പം ആംപ്ലിഫൈഡ് ആയിരിക്കും. അത് നമ്മൾ ആ ലോഡ് ലൈനിന് സ്ലോപ്പ് കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ മാറ്റി വരയ്ക്കാവുന്നതാണ്. സോ ഫിഗർ ഷോസ് ദി DC ലോഡ് ലൈൻ ഓഫ് ആൻ ആംപ്ലിഫയർ ഇൻ വിച്ച് വി അപ്ലൈ ആൻ AC സിഗ്നൽ. Q is the operating point, and on the right side of the graph an AC signal is given and it is input signal. There is a positive going cycle and a negative going cycle, and they are replicated in the output in a magnified manner, in an amplified manner, and that is shown here. So let us see what is class A operation. ഈ ക്ലാസ് എ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈക്കിളും അതേപോലെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. ഈ കാണുന്ന പോലെ വരക്കണം. ഇപ്പോൾ Q അല്പം പൊക്കി വരക്കണം. എ ബിയിൽ Q നടുക്ക് വരച്ചിട്ട് വേണം ലൈൻ വരയ്ക്കാൻ, എന്നാലേ ഇപ്പോഴത്തെ കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ക്ലാസ് എ ഓപ്പറേഷൻ. കൊടുക്കുന്ന സൈക്കിൾ അതുപോലെ തന്നെ കിട്ടണം. അപ്പോൾ പടത്തിൽ എ ബി ലോഡ് ലൈനാണ്, Q ഓപ്പറേറ്റിംഗ് പോയിൻ്റാണ്. എക്സ് ആക്സിസിൽ VC, ഇൻ ദി എക്സ് ആക്സിസ് വി ടേക്ക് VC ആൻഡ് ഇൻ ദി Y ആക്സിസ് വി ടേക്ക് IC. ദിസ് ഈസ് VCIC കർവ്. എ ബി ദ ലോഡ് ലൈൻ വിച്ച് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. So what is class A operation? In this case, the transistor is so biased that output current flows for the full cycle of the input signal. Input cycle complete full cycle output കിട്ടുകയാണ്. In this case, the transistor is so biased that output current flows for the full cycle of the input signal. Full cycle means 360-degree cycle. But 360-degree cycle complete, both the positive and negative half cycle, are obtained in the output. And this is full cycle means 360-degree conduction angle. In other words, the transistor remains forward biased. It is full range biased, FR biased, forward biased throughout the
input cycle. Hence, its conduction angle is 360 degree. അപ്പോൾ ഇത്തരം കേസിൽ കണ്ടക്ഷൻ ആംഗിൾ 360 ഡിഗ്രിയാണ്. കംപ്ലീറ്റ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടും നമുക്ക്. 360 ഡിഗ്രിയാണ് കണ്ടക്ഷൻ ആംഗിൾ. ഇനി ക്ലാസ് ബി ഓപ്പറേഷൻ. ഈ ക്ലാസ് ബി ഓപ്പറേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കുക നിങ്ങൾ. ആ ഗ്രാഫിൽ നിന്നാണ് ഈ ക്ലാസ് ബിയുടെ അർത്ഥം മനസ്സിലാകുന്നത്. ക്ലാസ് ബി ആംപ്ലിഫയർ ഓപ്പറേഷൻ. ആ ഗ്രാഫ് നോക്കിയേ. ക്യൂ എന്നുള്ള ഇപ്പോൾ സെയിം ലോഡ് ലൈൻ തന്നെ വരച്ചിരിക്കുന്നത് വി സി ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ഐ സി ഓൺ ദി വൈ ആക്സിസ്. എ ബി ആ ലോഡ് ലൈൻ. ആ എ ബി ലോഡ് ലൈൻ ഇപ്പോൾ എ ബി എന്ന് എഴുതിയിട്ടില്ല, ഓർത്തിരിക്കുക ലോഡ് ലൈനാണത്. ഈ ക്യൂ എന്നുള്ളത് കിഴിപ്പോട്ട് തള്ളി വരയ്ക്കണം. താഴോട്ട് മാറ്റി ആ ക്യൂ നോക്കിയേ. ആ പിക്ക് ക്യൂ എന്നുള്ളത് താഴെ ഏറ്റവും അടി വന്നിരിക്കുകയാണ്. ഏറ്റവും അടി ആ എക്സ് ആക്സിസുമായിട്ട് അച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സൈക്കിൾ ഫുൾ സൈക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് നേരെ അങ്ങോട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുള്ളൂ. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടത്തില്ല. ക്യൂ കിടക്കുന്നത് എക്സ് ആക്സിലാണ്. എക്സ് ആക്സിലായതുകൊണ്ട് ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരാനും പറ്റത്തില്ല. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കിട്ടും. സോ ഇൻ ദിസ് കേസ് ദ ക്യൂ ഈസ് ടച്ചിങ് ദി x-axis, so only positive half cycle is transmitted. Even if we supply an input signal full cycle, only positive half cycle is conducted. Only positive half cycle appears in the output. Negative half cycle is suppressed, and such an operation is called a class B operation. Upper cycle മാത്രം ആംപ്ലിഫൈ ചെയ്യുക, ലോവർ സൈക്കിൾ സപ്രസ് ചെയ്യുകയാണ് ഇവിടെ. അതാണ് ക്ലാസ് ബി ഓപ്പറേഷൻ. In this case, the transistor bias and the amplitude of the input signal are such that output current flows only for half cycle. Half cycle മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. That is 180 degree cycle of the input signal. It means that transistor stays forward biased, FR biased for half the input cycle. ഹാഫ് ദി ഇൻപുട്ട് സൈക്കിൾ മാത്രമേ ഇത് ഫോർവേഡ് ബൈസ്ഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇത് ട്രാൻസിസ്റ്റർ കണ്ടക്ഷൻ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇനി ക്ലാസ് സി ഓപ്പറേഷൻ. ക്ലാസ് സി ഓപ്പറേഷൻ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് നോക്കണം. ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് താഴെ പോകും. ക്യൂ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എക്സ് ആക്സിനും താഴെ പോകും. അങ്ങനെ പോകുമ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരറ്റം മാത്രമേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുക, ഔട്ട്പുട്ട് നോക്കുക. ക്യൂ എന്നുള്ള പോയിൻ്റ് എക്സ് ആക്സിന് താഴെ പോയി. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോലും കിട്ടത്തില്ല. ഈ ഇതിൻ്റെ ആ മോളറ്റം മാത്രം, അതാണ് ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്ലാസ് സി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ ട്രാൻസിസ്റ്റർ ബയസ് ആൻഡ് ദി signal amplitude are such that the output current flows for less than half cycle. Half cycle കുറവ്, less than half cycle of the input signal. That is angle of conduction, the conduction angle. That is conduction angle is up to 120 or 150 degree, less than 180 ആണ്. In other words, the transistor remains forward biased for less than half cycle. Less than half cycle മാത്രമേ ഇത് forward biased ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇനി ക്ലാസ് എ ബി ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ് എ പറഞ്ഞു, ക്ലാസ് ബി പറഞ്ഞു, ക്ലാസ് സി പറഞ്ഞു. ക്ലാസ് എയിൽ ഫുൾ സൈക്കിൾ, ക്ലാസ് ബിയിൽ ഹാഫ് സൈക്കിൾ മാത്രം. ക്ലാസ് സിയിൽ ഹാഫ് സൈക്കിളിൻ്റെ കുറച്ച് മാത്രം. ഫുൾ സൈക്കിളില്ല, ഫുൾ സൈക്കിൾ ആദ്യത്തെ മാത്രം. ക്ലാസ് ബിയിൽ ഹാഫ് സൈക്കിൾ, ക്ലാസ് സിയിൽ ഹാഫ് സൈക്കിളിലും കുറവ്. ഇവിടെ ക്ലാസ് എ ബി എന്താണ്? ക്ലാസ് എ ബിയിൽ ഹാഫ് സൈക്കിളും ഫുള്ളായിട്ടും പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, താഴത്തെ ഹാഫ് സൈക്കിളിൻ്റെ കുറച്ച് ഔട്ട്പുട്ടായിട്ട് വരും. ആ കർവ് നോക്കുക. നമ്മൾ റൈറ്റ് സൈഡിൽ അപ്പോൾ ക്യൂ പോയിൻ്റ് കുറച്ചുകൂടി പൊക്കി വരച്ചാൽ മതി. നമ്മൾ വളരെ താഴെ വരച്ചിരിക്കുന്ന ക്യൂ പോയിൻ്റ് കുറച്ചുകൂടി പൊക്കി വരയ്ക്കണം.
വളരെ ആ എക്സാക്സിന് താഴെ വരച്ചിരിക്കുന്നത് കുറച്ചുകൂടി പൊക്കി ആ ക്യൂ വരയ്ക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേവും വരച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആ ടിപ്പ് പോകും. അത് കുറച്ച് ഭാഗം മാത്രം കിട്ടും. ഔട്ട്പുട്ട് കാണിക്കുന്നത് പ്രത്യേകം സൂക്ഷിച്ച് കാണിക്കണം. ക്യൂവിൻ്റെ സ്ഥാനം കാണിക്കുന്നത് ക്യൂ വളരെ താഴെ പോകത്തില്ല, എക്സാക്സിൻ്റെ കുറച്ച് താഴെ. അപ്പോൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ അറ്റം ടോപ്പ് പോയിൻ്റ് അങ്ങോട്ട്, അതായത് ടോപ്പിലെ ബോട്ടം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഇതുപോലെ ആ ലെഫ്റ്റ് സൈഡിൽ പോകുന്നത് പോലെ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലെ ഔട്ട്പുട്ട് കിട്ടും. അതിന് ക്ലാസ് എ ബി എന്ന് പറയും. അത് ഫുൾ സൈക്കിൾ കംപ്ലീറ്റ്, അല്ല അപ്പർ സൈക്കിൾ കംപ്ലീറ്റ്, ലോവർ സൈക്കിളിനെ കുറച്ച്, അതാണ് ക്ലാസ് എ ബി ഓപ്പറേഷൻ. The characteristic is such that of such an amplifier, the characteristic of such an amplifier lie in between that of class A and class B. ക്ലാസ് എയുടെയും ക്ലാസ് ബിയുടെ ഇടയ്ക്ക് ഉള്ള ക്യാരക്ടറിസ്റ്റിക്കാണ്. Here the biasing conditions are such that output current flows for appreciably more than a half cycle but less than complete cycle. ഹാഫ് സൈക്കിൾ കൂടുതൽ, എന്നാൽ കംപ്ലീറ്റ് സൈക്കിൾ ഇല്ല. The conduction angle is above conduction angle is above 180 degree but less than 360 degree. അതാണ് അതിൻ്റെ കേസ്. ഇനി പവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലാസ് എ ആംപ്ലിഫയർ. ഒരു ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒരു ആംപ്ലിഫയർ നമ്മളെല്ലാ യൂണിവേഴ്സൽ ബയസൊന്നും വരച്ചിട്ടില്ല. ഒരു ട്രാൻസിസ്റ്ററും RC ഔട്ട്പുട്ട് കാണിക്കുന്ന RCയും കളക്ടർ കറണ്ട് IC മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് വെച്ച് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെയർ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രം ആവശ്യമില്ല. പക്ഷേ ലോഡിലെ അത്യാവശ്യം വേണം. ഇത് ക്ലാസ് എ ആയതുകൊണ്ട് ക്യൂ പോയിൻ്റ് മിക്കവാറും നടുക്ക് വരയ്ക്കണം. ഫുൾ സൈക്കിൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണ് ക്ലാസ് എ ആംപ്ലിഫയർ. അതുകൊണ്ട് ക്യൂ പോയിൻ്റ് ലോഡ് ലൈനിൻ്റെ മിക്കവാറും നടുക്ക്. So the figure shows a class A amplifier. The load line is shown. Q is almost the midpoint of the load line. And what is the power transmitted in this case? A power distribution in class A amplifier. Power distribution in class A amplifier. In a class A diagram ആദ്യം വരച്ചിട്ട് വേണം എഴുതാനായിട്ട്. VCE on the x-axis and IC on the y-axis. Operating point is Q, which is VCE IC or VCEQ ICQ. In a class A amplifier, the output flows during the entire cycle and the conduction angle is 360 degree. That we have seen. Figure shows a class A amplifier circuit. Q is the operating point. Q is the operating point. When an AC signal is applied to the input, the Q point shifts up and down from its central position, that is ICQ. ICQ means the current, collector current at operating point. ICQ increases or decreases. Similarly, BCEQ, the collectometer voltage at Q, increases or decreases. Following are the powers handled by the amplifier. അപ്പോൾ ഇത്തരം ആംപ്ലിഫയർ കൈകാര്യം ചെയ്യുന്ന പവേഴ്സിൻ്റെ എക്സ്പ്രഷനാണ് പറയാൻ പോകുന്നത്. അടുത്തത് ഇൻപുട്ട് പവറാണ്. നമ്മൾ കൊടുക്കുന്ന AC പവർ, ഇൻപുട്ട് പവർ.
Input power, the total DC power drawn by the circuit from the collector battery VCC is given by P in DC. Input power we write as P in DC. അപ്പോൾ ഡി സി കൊടുത്തിട്ട് നമുക്ക് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണല്ലോ ആംപ്ലിഫയറിൻ്റെ. ഒരു ബൈസിക് വോൾട്ടേജിൽ നിന്ന് എടുത്താണ് ഔട്ട്പുട്ട് കൂട്ടി തരുന്നത്. ദ ടോട്ടൽ ഡി സി പവർ ഡ്രോൺ ബൈ ദി സർക്യൂട്ട് ഫ്രം ദി കളക്ടർ ബാറ്ററി വി സി സി ഈസ് ഗിവൺ ബൈ പി ഇൻ ഡി സി ഇസിക്കൽ വി സി സി ഇൻറ്റു ഐ സി ക്യു. Output power, the various power produced can be called as output power. അപ്പോൾ ഏതെല്ലാം പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യും അതിനെ ഔട്ട്പുട്ട് പവർ എന്ന് പറയും. ദേ ആർ എ പി ആർ സി ഡി സി. ആർ സിയിലെ പവർ ലോസ്, ഹീറ്റ് ലോസാണ് പി ആർ സി ഡി സി. ആർ സി എന്ന് പറയുന്ന കളക്ടർ ലോഡിലെ പവർ, ദാറ്റ് ഇസ് ഐ സി ക്യു സ്ക്വയർ ആർ സി. ഐ സി ക്യു ഇത് കറണ്ട് സ്ക്വയർ ആർ സി. കാരണം പവർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആർ ആണല്ലോ. അത് വെച്ച് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ പവർ പറയുമ്പോൾ ഐ സി ക്യു സ്ക്വയർ ആർ സി. അപ്പോൾ ഐ സി അല്ല, ഇത് ആർ എം എസ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ദ പവർ ഈസ് ഡിസിപ്പേറ്റഡ് ആസ് ഹീറ്റ് ഇൻ ദി കളക്ടർ റെസിസ്റ്റർ ആർ സി. ഈ ഒരു പവർ ആ കളക്ടർ റെസിസ്റ്ററിൽ ഹീറ്റായിട്ട് രൂപാന്തരപ്പെടും. നെക്സ്റ്റ് രണ്ടാമത്തെ പവറാണ് POAC, RMS power, POAC, that is IRMS square into RC. IRMS is VRMS by RC, therefore IRMS square is VRMS square by RC square into RC. One RC will cancel, we get VRMS square by RC. But VRMS is VM by 2, V maximum by root 2. VRMS is V maximum by root 2. That value we put here. So we get VM by root 2 square by RC. Root 2 square is 2, so we get a POAC. POAC, another expression, VM square by 2RC. The first expression is POAC is equal to IRMS square RC. When we replace IRMS by VRMS, we get VRMS square by RC. And VRMS is VM by root 2, so when we put that value, we get a POAC equal to VM square by 2RC. This is the AC power developed across the load. ലോഡിൽ ഡെവലപ്പ് ചെയ്യുന്ന എ സി പവറാണ്. ഇനി PODC ഉണ്ട്, ഔട്ട്പുട്ട് DC ഉണ്ട് കേട്ടോ. ഔട്ട്പുട്ട് DC PODC, this is the heat dissipated in the collector region. PODC അല്ല, PCDC ആണ്. PC കളക്ടറിലെ പവറാണല്ലോ. PCDC എന്ന് വായിച്ചാൽ PCDC. ദിസ് ഈസ് ദി ഹീറ്റ് ഡിസിപ്പേറ്റഡ് ഇൻ ദി കളക്ടർ റീജിയൻ. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റാണ് PCDC. അണ്ടർ സീറോ സിഗ്നൽ കണ്ടീഷൻ. ഈ സീറോ സിഗ്നൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബയസിങ് വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ സിഗ്നൽ AC കൊടുത്തിട്ടില്ല. അറിയാമല്ലോ, ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം അറിയാമല്ലോ. ഇതിനൊരു ട്രാൻസിസ്റ്റർ എപ്പോഴും നമ്മൾ ബയസ് ചെയ്യണം. എന്നിട്ട് ഒരു ചെറിയ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇൻപുട്ട് കിട്ടുകയാണ്. ഈ വലിയ ഔട്ട്പുട്ട് കിട്ടുകയാണ്. ഈ വലിയ ഔട്ട്പുട്ട് എവിടെ നിന്ന് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DC പവറാണ് എടുക്കുന്നത്. DC പവർ എടുത്തിട്ട് AC പവർ ഒപ്പിച്ച് തരികയാണ് നമുക്ക്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യാൻ എപ്പോഴും ബയസിങ് വോൾട്ടേജ് വേണം, ബയസിങ് പവർ വേണം. അണ്ടർ സീറോ സിഗ്നൽ കണ്ടീഷൻ വെച്ചാൽ നമ്മൾ AC കൊടുക്കാത്തപ്പോൾ അവിടെ ബയസിങ് വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. അണ്ടർ സീറോ സിഗ്നൽ കണ്ടീഷൻ ദർ ഈസ് നോ AC പവർ ഔട്ട്പുട്ട്. ഓൾ ദി പവർ ഗിവൺ ടു ദ ട്രാൻസിസ്റ്റർ ആർ വേസ്റ്റഡ് ആസ് ഹീറ്റ്. ഇപ്പോൾ സിഗ്നൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പവറെല്ലാം ഹീറ്റായിട്ട് പോകും. ആസ് ഹീറ്റ്. ഹെൻസ് എ ട്രാൻസിസ്റ്റർ ഡിസിപ്പേറ്റ്സ് മാക്സിമം പവർ അണ്ടർ സീറോ സിഗ്നൽ കണ്ടീഷൻ. ഇപ്പോൾ സീറോ സിഗ്നൽ കണ്ടീഷനിൽ AC കൊടുക്കാത്തപ്പോൾ പവർ ഈ DC പവർ ഹീറ്റായിട്ട് പോകും. അത് മാക്സിമം ആയിരിക്കും അവിടെ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി പവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ക്ലാസ് എ ആംപ്ലിഫയർ. എക്സ്പ്ലെയിൻ ദി പവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ക്ലാസ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. അപ്പോൾ ഈ എല്ലാ പവറും ഒന്ന് എഴുതി കാണിക്കുക. അതായത് എന്താണ് ആദ്യത്തെ പവർ ഇൻപുട്ട് പവർ PNDC, പിന്നെ PRC
PRC DC, പിന്നെ POAC, അതിന് മറ്റൊരു എക്സ്പ്രഷൻ, പിന്നെ അവസാനത്തത് PCDC, കളക്ടറിലെ ഹീറ്റ് ഡെവലപ്ഡ്. That is all with your class number E38. We continue our class. Thank you very much.